എല്ലാവർക്കും നമസ്കാരം. പുനർജൻ ആയുർവേദ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ അൾഷിമേഴ്സ് രോഗത്തെപ്പറ്റി, ഈ രോഗത്തിനുള്ള ആയുർവേദ മരുന്നുകളെപ്പറ്റി മനസ്സിലാക്കാം. അതായത് ഈ അൾഷിമേഴ്സ് രോഗത്തിനെ മലയാളത്തിൽ ഓർമ്മക്കുറവാണെന്ന് പറയുന്നു. നമ്മുടെ തലച്ചോറിലുള്ള കോശങ്ങൾ നശിക്കുന്നത് മൂലമാണ് ഈ രോഗമുണ്ടാവുന്നത്. അതുപോലെ തലച്ചോറിന്റെ മേൽഭാഗത്തായതുകൊണ്ട് നാളുകൾക്ക് ശേഷം രക്തം മരവിച്ചു പോകുന്നത് കൊണ്ടും ഈ അൾഷിമേഴ്സ് രോഗം അധികമായി വരുന്നു. അതുകൊണ്ട് ഈ പ്രശ്നം വരുമ്പോഴെല്ലാം തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. ഓർമ്മശക്തിക്ക് അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. പ്രായമായവർക്കാണ് ഈ അൾഷിമേഴ്സ് രോഗം സാധാരണയായി കാണപ്പെടുന്നത്. അതേപോലെ അധികമായി മദ്യപാനമുള്ളവർക്ക് കൂടി, അതുകൂടാതെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ അൾഷിമേഴ്സ് രോഗം വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ഓർമ്മശക്തി കുറഞ്ഞവർക്ക് തലയിൽ ഭാരം അനുഭവപ്പെടും. തലയിൽ പരിക്ക് പറ്റിയാലും ദിവസവും ആവശ്യത്തിനനുസരിച്ച് ഉറക്കം ലഭിക്കാത്തവർക്കും ഇതുണ്ടായേക്കാം. അമിതവണ്ണം, ഷുഗർ, BP, പ്രമേഹം പോലുള്ള രോഗമുള്ളവർക്കും ഈ അൾഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ മറവി രോഗമുള്ളവർ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മറന്നുപോകും. ചിലരൊക്കെ സംസാരിച്ച ഉടൻ തന്നെ അത് മറന്നുപോകും. അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലെയുള്ളവർക്കും ഈ അൾഷിമേഴ്സ് രോഗം വരാൻ സാധ്യതയുണ്ട്. ഈ അൾഷിമേഴ്സ് വന്നവരിൽ ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നത്, കൂടാതെ തീവ്രമായ തലവേദന അനുഭവിക്കുന്നതും, ഡിപ്രഷൻ ഉണ്ടാകുന്നതും, കൂടാതെ മാനസിക പ്രശ്നങ്ങൾ പോലുള്ളവ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നത്, പിന്നെ കൈ വേദനിക്കുന്നത്, ഇതുപോലുള്ള വ്യക്തമായ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ അൾഷിമേഴ്സ് രോഗം കണ്ടുപിടിക്കാൻ MRI സ്കാൻ, കൂടാതെ CT സ്കാൻ, പിന്നെ PET ഇമേജിംഗ് സ്കാൻ, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും. ഇതുമൂലം തലച്ചോറിലുള്ള ന്യൂട്രോണിന്റെ അവസ്ഥയും കൂടാതെ ക്രോണിക്കിന്റെ അവസ്ഥയെക്കുറിച്ചും മനസ്സിലാക്കാം. ഇതുപയോഗിച്ച് ഡോക്ടർമാർ ഇപ്പോൾ ട്രീറ്റ്മെന്റ് ആരംഭിക്കും. ഇപ്പോഴുള്ള ആധുനിക കാലത്ത് പോലും അൾഷിമേഴ്സ് രോഗത്തിന് അലോപ്പതിയും നാച്ചുറോപ്പതിയും പോലുള്ള വിധവിധമായ ചികിത്സകൾ ഇപ്പോൾ ലഭ്യമാണ്. പക്ഷേ ഇതെല്ലാം വില കൂടിയ ട്രീറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് സാധാരണക്കാരായ ജനങ്ങൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാത്തത്. ഇതുകൊണ്ട് അവസാനം അവർ മറവി രോഗം ഉള്ളതുപോലും മറന്ന് ജീവിതം തള്ളി നീക്കാൻ തുടങ്ങും. പക്ഷേ കുറഞ്ഞ ചെലവില് ഈ അൾഷിമേഴ്സ് രോഗം ഭേദപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? ആയുർവേദത്തിൽ ഇത് മൊത്തമായി ഗുണപ്പെടുത്താൻ സാധിക്കും. അൾഷിമേഴ്സ് രോഗത്തിന് ആയുർവേദ മൂലികളിൽ ഒന്നായ ശിലാജിത്ത് നന്നായി പ്രവർത്തിക്കും. അതുകൊണ്ട് ആദ്യം ഡോക്ടറെ കണ്ട് ശിലാജിത്ത് പൊടിയെ അശ്വഗന്ധ ചൂർണത്തോട് കലർത്തി 2 നേരം സേവിക്കേണ്ടതാണ്. അപ്പോൾ ഈ അൾഷിമേഴ്സ് രോഗം കുറയാൻ തുടങ്ങുന്നതാണ്. ഇതിലുള്ളത് എന്തെന്നാൽ ഫൾവിക് ആസിഡ്, ഫ്യൂവിക് ആസിഡ്, ഇവ വളരെ ഉപയോഗപ്രദമാണ്. ഇത് ഈ അൾഷിമേഴ്സ് രോഗം ഗുണപ്പെടുത്താൻ എങ്ങനെ സഹായിക്കുന്നു? എന്തുകൊണ്ടെന്നാൽ ഈ ശിലാജിത്ത് പൊടി എടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള മുൻകരുതൽ എടുക്കേണ്ടതാണ്. ഇതില് ഡോക്ടർമാർ എത്ര അളവാണോ പറഞ്ഞിരിക്കുന്നത് അത്രയേ എടുക്കാവൂ. അങ്ങനെ ചെയ്യാതെ എളുപ്പത്തിൽ റിസൾട്ട് കിട്ടാനായിട്ട് അധിക അളവിൽ നമ്മളത് കഴിച്ചാൽ രോഗം കുറയില്ല. അങ്ങനെ ആയുർവേദം കൊണ്ട് അൾഷിമേഴ്സ് രോഗം എങ്ങനെ ഭേദമാക്കാമെന്ന് നമ്മളിപ്പോൾ കണ്ടു. മറ്റൊരു ആരോഗ്യപ്രദമായ കുറിപ്പോടെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.